ഫുട്ബോൾ പ്രാന്തന്മാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയത്തിനുള്ളിലാണ്. സ്കിപ്പ് ചെയ്തതാണ്. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഞാൻ യു കെയിൽ വന്ന മുതൽ എൻ്റെ കമൻറ്റ് ബോക്സിലെ ഫുട്ബോൾ പ്രാന്തന്മാർ ഒരേ പറഞ്ഞൊരു വാക്കാണ്, ഷക്കീർ ബ്രോ എന്തുകൊണ്ട് ഇവിടെ ഫുട്ബോൾ സ്റ്റേഡിയംസ് കാണിക്കാതിരുന്നത് വെച്ചാൽ എല്ലാവരും പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ ലിവർപൂൾ ആണെങ്കിൽ അല്ല ആ സ്റ്റേഡിയം കാണിക്കും ഈ സ്റ്റേഡിയം കാണിക്കും ഒരുപാട് പേര് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, നമ്മൾ അയർലൻഡിലെല്ലാം പോയി വരുമ്പോൾ ലാസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫുട്ബോൾ സ്റ്റേഡിയം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം മാഞ്ചസ്റ്ററിലാട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ ലിവർപൂളിലേക്ക് പോകും. എന്നിട്ട് ലിവർപൂളിൻ്റെ സ്റ്റേഡിയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഞാൻ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ പ്രാന്തന്മാർക്കും അല്ല ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബ്രോ യെസ് അപ്പോൾ കാണാം. ആ കാണുന്നതാണ് സ്റ്റേഡിയം എന്ന് പറഞ്ഞത്. നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഉറക്കത്തിലും ഉണർവിലും എല്ലാം സ്വപ്നം കാണുന്ന ഒരു സ്റ്റേഡിയമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ പുറത്തും കാണിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ബാക്ക് ഡ്രോപ്സ് ഡെപ്പോസിറ്റ് ബാക്ക് ദെയർ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ ലോഗോൻ്റെ കളേഴ്സും അതിൻ്റെ റെഡ് കളേഴ്സിലാണ് ഇവിടെ അധികം വരുന്നത്. വാവ്, യെസ് 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 യെസ്. സോ കണ്ടോ, നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ് മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ സ്റ്റേഡിയം. ഞാനതെല്ലാം കണ്ടിന്യൂസ്ലി എടുത്ത് വിടാം കേട്ടോ, എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മൾ എത്ര മണിക്കാണ് പ്രോ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഇട്ടിട്ടില്ല? 1 രൂപ. ഇപ്പോൾ സമയത്ത് 5 മിനിറ്റ് കൂടി ഉണ്ട്. നമ്മൾ കറക്റ്റ് ടൈമിങ് ഇവിടെ നിന്ന് ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. സോ ഇവിടെ വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റെഡ് സോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ സ്റ്റേഡിയം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അതുപോലെ ഈ ഒരു ഭാഗത്ത് എൻട്രൻസ് ഉണ്ട്. ഇവരിവിടെ എന്തൊക്കെയോ വർക്ക് എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് മ്യൂസിയം ടൂർ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റേഡിയത്തിനുള്ളിൽ മ്യൂസിയം ടൂറാണ് നമ്മൾ കാണാൻ പോകുന്നത്. രോമാഞ്ചകഞ്ചുകമായിട്ട് ഒരുപാട് യുവാക്കൾ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്ന കാഴ്ചകൾ എന്തായാലും കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതിലെ മെയിൻ പ്ലേയേഴ്സിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആള് ബെക്കാം, മൂന്നാമത്തെ ആള് റൂണി. എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട് ഇതിൽ. ഫുള്ള് ലെജൻസാ. യെസ്, ഇതൊക്കെ മാച്ചിൻ്റെ സമയത്ത് ആൾക്കാർ നിറയുന്ന സ്ഥലങ്ങളാണ്. ഗേറ്റ് നമ്പർ 4, ഗേറ്റ് നമ്പർ എന്നൊക്കെ ഒരുപാട് ഗേറ്റ് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം ടൂർ എന്നിട്ട് ഇവിടെ പിന്നെയും നമുക്ക് സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു സൈഡാണ്. ഇതിൻ്റെ മുകളിൽ നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് ബ്രോ, എന്താണ് പറയാനുള്ളത്? ഈ ഭൂഗോളത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റേഡിയം അത് ഇവിടെയാണുള്ളത്. അതുകൂടെ പറയുന്നത് അല്ല ബ്രോ, ഇവിടെ പാർക്കിംഗ് എന്ത്? ബ്രോ ഏത് ക്ലബിന്റെ ഫാനാ? ഞാനാ കണ്ണൂർ FC അല്ലല്ല, കേരള ബ്ലാസ്റ്റേഴ്സ്. പേഴ്സണലി ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാനായിരുന്നു. പക്ഷേ പിന്നീട് എന്താ പറയുക, ഉപ്പുമാവിൽ മാവില്ല എന്ന് പറയുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ മലയാളികളൊന്നും ഇല്ല. അപ്പോൾ അതോടുകൂടി അതും അങ്ങ് നിർത്തി. നമ്മുടെ നാട്ടിൽ ഓപ്പണായിട്ട് പറയാം, ഈ മലപ്പുറത്തും അല്ലെങ്കിൽ കണ്ണൂരും എവിടെയൊക്കെ ആയിക്കോട്ടെ, ഒന്ന് കുത്തിപ്പിടിച്ചെടുത്താൽ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനോട് കിടപിടിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് നമ്മൾ കേരളത്തിലുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അവർക്കൊക്കെ കളിക്കാനുള്ള ചാൻസ് കൊടുക്കാൻ വേണ്ടേ, അവരൊക്കെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. ഇത് ഒരു മണ്ണാങ്കട്ടിയില്ല, ഒന്നുമില്ല, പുറത്തുനിന്ന് പ്ലെയേഴ്സിന് ഇറക്കുമെന്നല്ലാണ്ട്. മ്യൂസിയം ടൂർ സെൻറ്റർ ഇതാണ് സംഭവം. നമുക്ക് ഇതിൻ്റെ അകത്താണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ മൊബൈലും കാര്യങ്ങളൊക്കെ ഇടണം. സെക്യൂരിറ്റി റീസണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കണം. കയറിക്കോ. എയർപോർട്ടിലാണ് ഒന്നുമില്ല, നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. യെസ്, താങ്ക് യു. സാനിറ്റൈസറിന് കൊടുത്തിട്ടുണ്ട്. ഇത് കൊറോണ അതിന് ശേഷം വന്ന മാറ്റങ്ങളാണ്. ഒരു കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ TV MU TV മറ്റാ വെസ്റ്റ് ഹാം പോയിട്ടുള്ള കളീൻ്റെ ഒരു വീഡിയോ നടന്നു കൊടുക്കുന്നത്.
താങ്ക് യു. മാസ്ക് നമുക്ക് ഇവർ കൊണ്ടുത്തരും നമ്മുടെ അടുത്തില്ലെങ്കിൽ. നമ്മൾ സാധാരണ പബ്ബിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബാൻഡ് തരും. ആ ഒരു ബാൻഡ് തന്നിട്ടുണ്ട്. താങ്ക് യു. മെൻസ് ടു ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറുമ്പോൾ നമുക്കിവിടെ 1878 എന്നാണ്. കാരണം 1878 ഇത് ഫൗണ്ട് ചെയ്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FP ക്ലബ്ബ്. അന്ന് ശരിക്കും എന്താ പറയുക, ഇലക്കാൻഷിയർ ഡോക്ഷിയർ റെയിൽവേ ആണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് പഠിക്കാനുണ്ട്. ഇവിടെ പോയിട്ട് പഠിക്കാം കേട്ടോ. അതുപോലെ അതെ, ഇവിടെ കയറുമ്പം നമുക്ക് ഇവിടുത്തെ ഒരു ടാഗ് തന്നിട്ടുണ്ട്. സൂ ഹാപ്പിയാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയത്തിൽ ഇവിടെ നമ്മൾ കയറാൻ പോകുന്നത്. ഐ ആം സൂപ്പർ ഹാപ്പി. ബ്രോ ഹാപ്പിയാണ്. എത്ര വർഷം വന്നിട്ടുണ്ട് ഇവിടെ? പിന്നെ ഞാൻ 2-3 തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ കയറിയില്ല എന്നുള്ളൂ, പുറത്തു നിന്നിട്ടാണ്. കാരണം ഞാനൊരു ആർസണൽ ഫാനാണ്. ഓ അങ്ങനെ. നമുക്ക് ഓനെ കുറച്ച് എടുത്ത് ക്യാൻറ്റീൻ കേട്ടോ. അടുത്തതാണ് രണ്ടാമത്തെ ലിഫ്റ്റാണ് കയറാൻ പോകുന്നത്. ഒന്ന് കാലം കയറി. എവിടെ ബ്രോ പറഞ്ഞത്? സെക്കൻഡ് ലിഫ്റ്റ് ഇതല്ലേ? ഓക്കെ. ഇതെ ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മ്യൂസിയം ആൻഡ് ടൂർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് കയറാം. ഇനിയാണ് നമ്മൾ കാഴ്ചകൾ മുഴുവനും കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ. നമ്മളങ്ങനെ സ്റ്റേഡിയം ടൂർ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ഗൈഡ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളത് കേട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ബ്രസീലിലെ ആൾക്കാരാണ്. എല്ലാവരും രാജ്യങ്ങൾക്ക് ചോദിച്ചു. സോ ഇനി നമ്മൾ നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകും. ഇവിടെ കണ്ടത് കംപ്ലീറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 1908 1910 കേട്ടോ. അത് ഇന്നോവേഷൻ ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഇത് 1932-38 ഒരു പിക്കാണ് ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റേഡിയത്തിൽ. ഇത് ആക്ച്വലി 1945-59 പിന്നെ പിക്സാണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവനായിട്ട് ഇവിടെ കാണാം. ഓരോരോ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങൾ അവർ ഫോട്ടോ. The same way we are going back? Yeah, okay. Thank you. നമ്മളിവർ കാണാൻ പോകുന്നത് എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും സ്വപ്നമായ മാഞ്ചസ്റ്ററിന്റെ സ്വന്തം ഗ്രൗണ്ടാണ്. ബേക്കിലിരുന്നോ? നീരുന്നോ? സോ നോക്കി നിങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിന്റെ സ്റ്റേഡിയം. അത് ഇവർ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് ബ്രീഫ് തരും. ബ്രീഫ് തന്നതിന് ശേഷം നമ്മളിപ്പോൾ താഴേലേക്കാണ് പോകുന്നത്. ഇതാണ് നിങ്ങൾ സ്റ്റേഡിയം കണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ താഴേലേക്കാണ് പോകുന്നത്. താഴെ പോയിട്ട് അവിടെ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടൊക്കെ വരും കേട്ടോ. സംഭവം എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ ഇവിടെ തുള്ളിക്കളിക്കും. കാരണം അജാതി ഒരു രോമാഞ്ചം കേട്ടോ. ഇപ്പം ഫുട്ബോള് എനിക്കൊന്നും നിങ്ങൾക്കുള്ളതിൻ്റെ 10-1 ക്രൈസ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എന്നിട്ട് കൂടി എനിക്ക് നല്ലൊരു ഫീൽ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച നോക്കാം. ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ വന്ന 2 കപ്പിൾസും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിതിനകത്ത് കയറുമ്പോൾ ഇതുകൂടിയാണ് അകത്തോട്ട് കയറുന്നത്. അതുകൂടി അകത്ത് കയറിയിട്ട് ഇവിടെ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകും. പക്ഷേ ഇവിടെ സ്റ്റേഡിയത്തിൽ അങ്ങനെ ആൽക്കഹോളൊന്നും ഇവിടെ അലോഡില്ല. അതുപോലെ ഫുഡും ഒന്നും സ്റ്റേഡിയത്തിൽ അലോഡില്ല കേട്ടോ. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഇവർ മെയിനായിട്ട് കയറുന്നത്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു പ്രശ്നം നടന്നിരുന്നു. ഒരു പ്രശ്നം നടന്ന് ആൾക്കാർ കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ചൊറ നടന്നു. എന്നിട്ട് ഇവർ 9 മിനിറ്റ് കൊണ്ട് ഏകദേശം 75,000 ആൾക്കാർ സ്റ്റേഡിയത്തിന് പുറത്തെത്തിച്ചു. ഭയങ്കര സംഭവം വരുന്നത്. അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് സ്റ്റേഡിയത്തിൻ്റെ താഴെ ഭാഗത്തൊക്കെയാണ്. കണ്ടോ, ബ്ലോക്ക് E 138 വന്നേ. അവിടത്തേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പോയത് അവിടെയായിരുന്നു. അവിടെ നമ്മൾ ഫസ്റ്റ് കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. ഇവരൊക്കെ ഭാഗ്യം കേട്ടോ. ഇവരൊക്കെ സ്റ്റേഡിയത്തിനുള്ളിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇവരൊക്കെ ഭാഗ്യം. ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ ഈ പുല്ലില്ലേ, ഇവരെല്ലാ കൊല്ലം ഇത് മാറ്റും. അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. പിന്നെ ഗോളി പോസ്റ്റ് നിങ്ങളുണ്ടോ, പിന്നെ അവിടെ അതിൻ്റെ ബേക്കിൽ കുഴിയായിട്ടുള്ളത് അതല്ല, ഇങ്ങോട്ടേക്ക് കൂടി വരാനുണ്ട്. പിന്നെ അവരിപ്പോൾ അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. സിന്തറ്റിക്കിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്ലെയേഴ്സ് ഇരിക്കുന്ന ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ പ്ലെയേഴ്സ് ഇരിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലെ കൂടെ പോയാൽ അറിയാൻ പോരാം.
കളി ഉണ്ടെങ്കിൽ മില്യൺസ് ഓഫ് ആൾക്കാർ കാണുന്ന ഒരു സ്ഥലം അവിടെ കളി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കൂടെ കയറി ഇങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ ഫാൻസ് കൊണ്ടെന്ന് അറിയേണ്ടതാണ് 10,000 കണക്കിന്. അതാണ് ഇതിൻ്റെ കണക്ക്. എത്രയാണെന്ന് പറയാൻ പറ്റില്ല. പുറത്തും ഉണ്ടാവും അകത്തും ഉണ്ടാവും ആൾക്കാർ. അതുപോലെ തന്നെ നെക്സ്റ്റ് കോർണറിലെത്തി. സ്ട്രെറ്റ്ഫോർഡ് ഉണ്ട്, അതാണ്. സി അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡ് ഇതാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. ശരിക്കും നമ്മൾ മുമ്പ് നിന്ന സ്ഥലമാണത്, സർ അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ അലക്സ് ഫെർഗൂസിന് വേണ്ടിയുള്ള ഒരു ബഹുമതി എന്ന പേരിലാണ് ആ ഒരു പവലിയൻ്റെ പേര് കൊടുത്തിട്ട് അദ്ദേഹത്തെ ആദരിച്ചത് കേട്ടോ. ആ ഒരു പവലിയൻ്റെ പേര് കൊടുത്തിട്ട് അദ്ദേഹത്തെ ആദരിച്ചത്. ഈ സീറ്റുകളില്ലേ ഇവിടെ കണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ചില്ലും കൂട്ടിലൊരു സീറ്റ് കണ്ടോ. അതാണ് പൈസക്കാർക്കുള്ളത്. അതിന് ഏകദേശം 30,000 പൗണ്ടാണ് അതിന് റേറ്റ് വരുന്നത്. 5 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിലേറ്റവും കൂടുതൽ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ്, ഇപ്പോൾ നമ്മളിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഈ ചില്ലും കൂട്ടിൻ്റെ എന്ന് വെച്ചാൽ പിന്നെ കുറച്ചും കൂടി പ്രീമിയം ലെവൽ സീറ്റ്സ് ഉണ്ട്. ആ കോർണറിൽ കണ്ടോ ഇവിടെ റിപ്പബ്ലിക് ഓഫ് മാൻക്വീനാന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അവിടെയാണ് ഏറ്റവും എക്സ്പെൻസീവ് കേട്ടോ. അത് ശരിക്കും ഇവിടെ അഡിഡാസ് പോലത്തെ ഇവിടെ സ്പോൺസേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി ഇവർ കൊടുക്കുന്നതാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവർ പറഞ്ഞത്. ഈ മുകളിലുള്ളത് ക്യാമറ ക്രൂസിൻ്റെ ഒക്കെ പ്ലേസാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ കളി കാണുന്നത് പോലെ അല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വന്നാലേ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ പറഞ്ഞ പോലെ സ്പൈഡർ ക്യാമറാസ് ഉണ്ട്, നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ആകാശത്തോടെ വരുന്ന ക്യാമറ ഇല്ല, ആ ക്യാമറയ്ക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ നിലവിൽ ഇല്ല. അതെ അതെ അതെ, ഇപ്പം കോവിഡ് അല്ല, എല്ലാം പൂട്ടി കിട്ടിയില്ലേ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേറെ കോമഡി, നമുക്ക് ഇവിടെ നിന്ന് അക്കരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്കൂടെ തന്നെ പോകണം കേട്ടോ. നമുക്ക് പുറത്തേക്കൂടെ ഓപ്ഷൻ ഇല്ല. ശരീരത്തിന് ഇങ്ങനെ എന്താ പറയുക അംഗവൈകല്യങ്ങൾ സംഭവിച്ച അവരുടെ ഫോളോവേഴ്സിന് അവർ സപ്പോർട്ട് ചെയ്താണ്. അവർ ഓരോ രാജ്യങ്ങളിൽ കളി കാണാനൊക്കെ അവർ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ബ്രോ എന്ത് തോന്നുന്നു? ഭയങ്കര കോവിഡിന് ശേഷം ഇവിടെ ഒരു വർക്കൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹൈപ്പ് കിട്ടുന്നില്ല. യെസ് അല്ലേ, മൊത്തം ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ ബ്രോ. 15 പൗണ്ട് 8.50 3 ഐറ്റംസ് അല്ല, നല്ല പ്രൈസ്. മുപ്പര് പറഞ്ഞാൽ ശരിയാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എവിടെ പോയാലും നമുക്ക് ഈ കോലമില്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. വഴിമാറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. മുകളിൽ നോക്കിയോ, ഇഷ്ടികയൊക്കെ ഉണ്ട് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഇഷ്ടികാസ് ആണല്ലോ. ആ, ഇവിടെ പോയാലും ഷോപ്പുകളും കാര്യങ്ങളും തന്നെ കേട്ടോ. ആ, അതുകൊണ്ട് ഇവിടെ ബെറ്റിംഗ് ഉണ്ട്. കാർഡ് ഏത് ടീമാ ജയിക്കുന്നില്ല. ഗൂഗിൾ പേ, ആപ്പിൾ പേ, കോൺടാക്ട്ലെസ്, ഇത് 3 ഉപയോഗിക്കാം നാട്ടിൽ. ഓക്കെ, ഇവിടെ ഉണ്ട് കൗണ്ടർ, ഇവിടെ ഉണ്ട്. ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻസിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ജോൺ കേണി, അതുപോലെ ബോബി കാൾട്ടൺ, പിന്നെ ഇത് ജോർജ് ബെസ്റ്റാണ്. ഇത് മാർക്ക് ഹ്യൂഗ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എറിക് കണ്ടോണ, ഇത് നമ്മുടെ സ്വന്തം ഡേവിഡ് ബെക്കാം, ഇത് ഇപ്പോഴത്തെ റിയാൻ ഗിഗ്സ്. യെസ്, പ്രസൻറ്റ്. വാവ്. സോ നമ്മളിനി പോകുന്നത് സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫൈൻ. യോ യോ, ഇവിടെ നല്ല പ്രത്യേക മണാണല്ലോ. എന്തൊക്കെയാ നിങ്ങൾ നോക്കിയത്? ഇവിടെ നോക്കി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുമോ? ഇതോടെയാണ് പ്ലേയേഴ്സ് വരുന്നല്ലേ ബ്രോ? ഷെവർലെറ്റ് ആണ് സ്പോൺസർ ചെയ്തത്, കാറിന്റെ കമ്പനി ഇല്ലേ. ഓക്കെ, അത് ഹീറ്റിംഗ് ഉള്ള സീറ്റാ, ഹീറ്റിംഗ് സീറ്റ്സാ. ഓക്കെ 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 ഓക്കെ. കോവിഡ് അതിനെക്കൊണ്ട് ഇവിടെ കളി നടക്കുമ്പോൾ ഇല്ലേ പുറത്തുള്ള ടീമൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇവിടെയാണ് സീറ്റ് ഉണ്ടാക്കിയത്. നമുക്കിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ടീം അവിടെ ഇരിക്കുക. അപ്പോൾ അവിടുത്തെ അവിടെ നോക്കിയിട്ട് ഇവിടെ തെണ്ടി നിന്നെയും ജയിക്കാൻ ഞാൻ വിടൂടാ, ഞാൻ 5 ഗോൾ അടിക്കും. ഓൻ ഇങ്ങോട്ട് പറയില്ല ഞാൻ ജയിക്കും, ഇല്ല ഞാൻ ജയിക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് വയ്ക്കും. ഈ ഒരു ടർഫൊക്കെ നോക്കിയാൽ, ടർഫ് മീൻസ് സ്റ്റേഡിയം കണ്ടോ നിങ്ങൾ? ഇവിടുത്തെ കഴിയൊക്കെ കളിയെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് ശരിക്കും സീറ്റ്സ് നമ്മൾ വലിപ്പം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫീൽ ആയിട്ട്. ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ശരിക്കും വിസിറ്റേഴ്സിനൊക്കെ വന്നിട്ട് ഇപ്പം ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പ്ലേയേഴ്സ് ഇരിക്കുക, മാഞ്ചസ്റ്ററിന്റെ പ്ലേയേഴ്സ് ഇരിക്കുന്നത്, പിന്നെ എവേ ഫാൻസ് ഇവിടെ. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടില്ല, രണ്ടും അപ്പുറം ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇതുവരെയാണ് പ്ലേയേഴ്സ് ഇറങ്ങി വരിക. യെസ്, സൂപ്പർ. പിന്നെ അവിടെ ടി വി ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടാണ് ഈ മോളിൽ ഇത് വരുന്നത്. ഈ മോളിൽ കാണിച്ച ഓരോ ചാനലുകൾ ഇത് സംപ്രേഷണം ചെയ്യില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ടർഫ് ഉണ്ട് ഇവിടെ. ഇത് സിന്തറ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. എല്ലാവരുടെയും ഡ്രീം ആട്ടി ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ എത്താൻ നമുക്ക് പറ്റും, ടിക്കറ്റ് എടുത്താൽ മതി. പക്ഷേങ്കിൽ ഇതിന്ന് അപ്പുറം കടക്കണമെന്നുണ്ടെങ്കിലേ ഹീസ് എ കിങ്. എന്താ പറയുക, രാജാക്കന്മാർക്ക് മാത്രം നടക്കുന്ന കാര്യം. ഞാൻ ഉക്രൈനിൽ കീവിൽ പോയിട്ട് കീവിൽ ഞാൻ ശരിക്കും അവിടുത്തെ കീവ് സ്റ്റേഡിയം എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് ഇതുവരെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ വരാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാന്ന് പറയുമ്പോൾ കേട്ടോ, അതാണ് ഒരു വേലി കടന്ന് ഇപ്പുറം വരുമ്പോഴേക്കും നമുക്ക് അതിന് പെർമിഷൻ പോയില്ലേ. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ച് ഒരു പ്ലെയറായി, ഒരുപാട് ആൾക്കാരെ തെറിയും കേട്ട്, ഒരുപാട് സ്ഥലത്ത് ഓടിക്കളിച്ച്, ഒരുപാട് മാച്ചിൽ തോക്കുമ്പോൾ സങ്കടങ്ങൾ വന്ന് നിലവിളിച്ച്, ജീവിതത്തിൽ തകർന്നടിച്ച്, പിന്നെ ആദ്യം തിരിച്ച് കയറി എല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന്, അങ്ങനെയാണ് രാജാവ് അല്ലെങ്കിൽ കിങ് ഉണ്ടാകുന്നത് കേട്ടോ. അങ്ങനെയുള്ള കിങ്സിന് കളിക്കേണ്ട സാധനം ഇത് മാത്രമല്ല, ലോകത്തിലെ എല്ലാ മെയിൻ സ്റ്റേഡിയംസും. ഒരു കാര്യം കൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇല്ല, ആ ഒരു പച്ച കളർ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5000 പൗണ്ട്, നാട്ടിൽ 5 ലക്ഷം റുപ്യാണ് നമുക്കതിൻ്റെ ഫൈൻ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് ജന്മത്തിൽ ഏതായാലും അതിനകത്ത് കിടക്കാൻ പറ്റില്ല, ഉറപ്പാണ്. കാരണം പിന്നെ ഇത് എൻ്റെ രീതിയല്ല, ഫുട്ബോളൊന്നും എൻ്റെ രീതിയല്ല. പക്ഷേ വീഡിയോ കാണുന്നത് നിങ്ങളോടാണ്. എൻ്റെ വീഡിയോ ചിലപ്പോൾ 1 ലക്ഷം ആൾക്കാർ കാണുന്നെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു 10 കൊല്ലത്തിനുള്ളിലെങ്കിലും പ്രൊഫഷണലായിട്ട് ഇതുപോലത്തെ സ്റ്റേഡിയത്തിനുള്ളിൽ കിടക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. ഷക്കീർക്ക എനിക്കിത് പറ്റിയെന്നുള്ളത് നിങ്ങൾക്കൂടെ പറ്റും, എല്ലാവർക്കും പറ്റും. കാരണം ഇവിടെ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും, ഇപ്പം റൊണാൾഡോ ആയിക്കോട്ടെ, എല്ലാവരും ആരും ജനിച്ച് പോകുമ്പോഴേ പിന്നെ വലിയ അത്ഭുതങ്ങളായിട്ട് വന്നവർ എല്ലാവരും ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അതിനുവേണ്ടി മാത്രം പ്രയത്നിച്ച് ജീവിതത്തിലെ മറ്റ് ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിയിട്ടാണ് അവർ ഈ ഒരു ലെവലെത്തുന്നത്. നിങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളൊരു കട്ട ഫുട്ബോൾ പ്രാന്തനാണെന്ന് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും, നിങ്ങൾക്കും പറ്റും കേട്ടോ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഗവൺമെൻറ് വൈസ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഈ നല്ല പ്ലെയേഴ്സിനൊന്നും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതാണ് പ്രശ്നം. ശരിയാവും, എല്ലാം ശരിയാവും. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. This is where the players will be interviewed by the press. So if that's come this way. Okay. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രസ് ഏരിയയിലേക്ക്. ആ പ്രസ് അല്ല, ഈ പ്രസ്. ഇവിടെ കസേരകളാണ്. ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നത്. കളി കാണാനാണെങ്കിൽ നമ്മൾ വന്ന് ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിട്ട് അവിടെ ഇരുന്ന് കളി കണ്ട് തിരിച്ചു പോകാം, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളൊരു ടൂറിന് വരുന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് അവരെ കറങ്ങിയിട്ട് കാണിച്ചിരുന്നത്. ഇത് പിന്നെ പ്ലെയേഴ്സിൻ്റെ ഒക്കെ അഭിമുഖങ്ങളിലെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന ഏരിയ ആണ് ഇവിടെ ബേക്കിൽ. അവരെല്ലാ സ്പോൺസേഴ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. Alright guys, so this is one of the areas that the players and managers are interviewed after the game. As you can see, it gives the impression that they're in a studio, but now you know they're not, because they're here. Now this is normally in the tunnel, but because of the COVID situation, we've allowed this area to be taken up. എന്താണ് ഇന്നത്തെ കളിയെ കുറിച്ച് അഭിപ്രായം? എന്തുകൊണ്ടാണ് നിങ്ങൾ 2 ഗോളുകൾക്ക് ജയിച്ചത്? എന്തായിരുന്നു നിങ്ങളുടെ ടാക്ടിക്സ്? ആക്ച്വലി ഞങ്ങളുടെ കളി അടിപൊളി കളിയായിരുന്നു. രാജപ്പൻ വലത്തെ സൈഡ് പോസ്റ്റൊക്കെ കവർ ചെയ്തു. പക്ഷേങ്കിൽ എന്താ പറയുക, ചന്ദ്രേട്ടൻ കാണാൻ കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചത്. പക്ഷെ എന്നാലും നമ്മളത് ചെയ്തു. എൻ്റെ ക്യാപ്റ്റൻസി വളരെ മികച്ചതായിരുന്നു. ഈ വർഷത്തെ ഏറ്റവും നല്ല ക്യാപ്റ്റൻസി എൻ്റെതായിരുന്നു. അടുത്ത കൊല്ലവും എൻ്റെ ക്യാപ്റ്റൻസി തുടർന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹം.
പിന്നെ അടിച്ച് 2 ഗോൾ സെൽഫ് ഗോളുകളാണ് എന്നൊക്കെ വളരെ ശത്രുക്കളൊക്കെ പറഞ്ഞ് പകർത്തുന്നത്. പക്ഷെ അതല്ല സത്യം. നമ്മളല്ല, നമ്മൾ മനഃപൂർവ്വം അവൻ്റെ ചന്തിയിലോട്ട് ഞങ്ങൾ ബോൾ അടിച്ചു വിട്ടു. അത് തട്ടി അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് ഞങ്ങൾ നേരെ ഗോൾ പോസ്റ്റിലൊക്കെ അയച്ചതാണ്. അത് ആക്ച്വലി ഞങ്ങളുടെ പുതിയൊരു ടെക്നിക്കാണ്. ഞങ്ങൾ അതിൻ്റെ സീക്രറ്റ്സ് ഞങ്ങളങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും എൻ്റെ ക്യാപ്റ്റൻസി വളരെ മികച്ചതാണ്. ഞാനാണ് മികച്ച ക്യാപ്റ്റൻ, ഞാൻ മാത്രമാണ് മികച്ച ക്യാപ്റ്റൻ. അപ്പം ഫാൻസ് ലവ് യു ആൾ. അടുത്ത വർഷം ഈ ഒരു ക്യാപ്റ്റൻസി ഇവിടുത്തെ കേട്ടോ. തളർന്ന് നോക്കണ്ട കേട്ടോ. ഒരാഗ്രഹമാണ് നമുക്കുള്ള, ഇങ്ങനെയൊക്കെ പറയാനൊക്കെ ആഗ്രഹങ്ങളല്ലേ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ അടുത്ത പോയിന്റിലേക്കാണ് പോകുന്നത്. എവിടെ 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 പോയി 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 വാ വാ. അല്ല, അതെ മൂപ്പര് പറഞ്ഞാലും ഒഴിവായി നമ്മൾ. വാ ബ്രോ ബ്രോ. എല്ലാവരും ഒഴിവായല്ലോ. വാ വാ വാ, ഇഷ്ടമല്ല, വാ ഇതിലേ കൂടി. തെറി പറയരുത് പ്ലീസ്. നേരത്തെ മൂപ്പര് പറഞ്ഞിരുന്നു ഒപ്പരം വന്നിട്ടില്ലെങ്കിൽ പണി പാടുന്നില്ല. സംഭവം സത്യം കേട്ടോ. നമ്മൾ ഒപ്പരം പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് റൂട്ട് മാറിയപ്പോൾ പണി പാടി. അതാണ് ഞാൻ പറഞ്ഞത്, തെറി പറയരുത്. യു ആർ ഇൻ റെഡ് സോൺ. വൈ? കോവിഡ് റെഡ് സോണാ? റെഡ് സോൺ ലോക്ക്ഡൗൺ ആവാ? ഓക്കെ, സോറി. യാ, അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്ലെയേഴ്സ് കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ റിലാക്സിങ് റൂമാട്ടോ. ആ റൂമാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. ഇതിവിടെ കൊടുത്തു നമ്പർ 7 അറ്റ് ഓൾഡ് ട്രാഫോർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉൾവശമാണ്. അതുപോലെ പിന്നെ ഇവിടെയൊക്കെ ശരിക്കും ഇവിടെ ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇവിടെ ഒരു ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആരൊരു ടീഷർട്ട് നോക്കിയേ, ഒരു ഫുട്ബോൾ ഉണ്ട് ഇവിടെ. റിയൽ മാഡ്രിഡ് CF മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2017 കളിച്ച് ആ കളിക്ക് വേണ്ടി ഉപയോഗിച്ചൊരു ഫുട്ബോൾ കേട്ടോ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വില്യംസിന്റെ ടീഷർട്ട്സ് ഉണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ടീഷർട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഷൂസ് ആണ്. So this is one of the places, guys, where they will relax after the game. What we're going to do now is make our way through to the VIP room. We're going to go back into the stadium show, and I'm just going to sit you down in front of the... ഇവിടെയൊക്കെ 2 സൈഡിലും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലേയേഴ്സൊക്കെ നടന്നു പോകുന്ന ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. എൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷമുണ്ടോ നിങ്ങൾ? ഐ എം സോ ഹാപ്പി. അതിൻ്റെ ഒരു ഭാഗ്യം വേണ്ടേ? പിന്നെ അതൊരു ഭാഗ്യം വേണ്ടേ അല്ലേ? ഇതിലൂടെ ഇങ്ങനെ വരും പ്ലേയേഴ്സ് കളിയിൽ കഴിഞ്ഞിട്ട്. ഇതൊക്കെ VIPs ഒക്കെ ഇരിക്കുന്ന ഏരിയാസ് ആണ്. VIPs ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് നമ്മൾ പോകുന്നത്. ഡയറക്ടേഴ്സ് ബോക്സ് കൊടുക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിലേക്കാണ് VIPs ഇരിക്കുന്ന സ്ഥലമാണ്. So I've got quite sit you down actually, but I will tell you about where we are. Now, this particular place here, this is where our directors will sit on match day, and the away directors and invited guests will sit over there. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കേട്ടോ, VIPസിന് മാത്രം വരേണ്ട എൻട്രൻസ്, VIPക്ക് മാത്രമേ ഇതിനകത്ത് വരാൻ പറ്റും, സാധാ ആൾക്കാർക്ക് വരാൻ പറ്റില്ല. അതെ, ഇവിടെ വന്ന് അവർക്ക് അവിടെ ഇരിക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അതുകൂടെ പറഞ്ഞ് VIPസിന് മാത്രമേ വരാൻ പറ്റുന്ന ഏരിയ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേറൊരു സീറ്റ് കാണിച്ചത് നിങ്ങൾ ഈ മുകളിലുണ്ട്, ഒറ്റ മുകളിൽ നിങ്ങളൊരു അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡിന് താഴെയായിട്ട് ഒരു ലൈൻ വന്നിട്ടോ, വെൽക്കം ടു ഓൾഡ് ട്രെഡ്ഫോർഡിന്റെ മുകളിൽ ആ ഒരു സീറ്റ് ഉണ്ടോ, അതാണ് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു സീറ്റ്. ആ സീറ്റിൽ ഇരുന്നാലും പ്രശ്നം അറിയോ, ഇപ്പോൾ TV ഒക്കെ വീഡിയോയിൽ അവരൊരിക്കലും TV വരില്ല, കാരണം അവർ ഫേസ് ഒരിക്കലും TV വരാൻ പറ്റില്ല. അവിടെ കംപ്ലീറ്റ് കവറിങ്, റൂഫൊക്കെ വന്നിട്ട് കവറിങ് ആയതുകൊണ്ട് അതിന് 35 പൗണ്ട് 3500 രൂപയ്ക്കാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പക്ഷേ ആൾക്കാർക്ക് കുഴപ്പമില്ല, അവർക്ക് TV വന്നിട്ടില്ല കുഴപ്പമില്ല, വന്ന് കളി കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവിടെ പോയിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾ എവിടെ ഇരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് TV വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ഓരോ കളി കഴിയുമ്പോൾ ഇവർ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊന്നുമല്ല, ഇവർക്കൊക്കെ ബിസിനസ്സാണ്.
പൈസ ഫണ്ടാണ് മെയിനായിട്ട് എല്ലാത്തും. ഇത്രയും മില്യൺസിൻ്റെ ഒരു കളി കഴിയുമ്പം നമ്മളൊക്കെ വീട്ടിൽ നിന്നൊരു കളി കാണുന്നതല്ലേ, പക്ഷെ അതല്ല, അതിലുപരി ഓരോ കളി കഴിയുമ്പോൾ മില്യൺസിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട്. ബെറ്റിങ്, സ്പോൺസേഴ്സിൻ്റെ പൈസ, ടിക്കറ്റിൻ്റെ പൈസ, പ്ലെയേഴ്സിൻ്റെ പൈസ, അങ്ങനെ ഒരുപാട് ആൾക്കാരിലൂടെ എന്താ പറയുക, ഒരു ബിസിനസ്സാണ് ഇതും. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ബിസിനസ്സാണ് കേട്ടോ. നമ്മളൊരിക്കലും ഒരു കാര്യത്തിലും അന്ധമായിട്ട് അങ്ങ് വീഴാൻ പാടില്ല കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയം മാത്രമേ നമ്മൾ ഇതിനൊക്കെ നമ്മൾ സമയം കൊടുക്കാൻ പാടുള്ളൂ. എന്നോട് ദേഷ്യം തോന്നരുതേ. ഞാനിപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ പ്രസ് റൂമിലാണ് കണ്ടോ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കളി കഴിഞ്ഞാലൊക്കെ അലക്സ് ഫെർഗൂസനൊക്കെ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നത് കണ്ടു. ഇവിടെ when you get to the shop, you get a chance to have a look at this picture. If you like it, you can buy it. If you don't, that's okay. But come and sit down while you're here. Start on this side, guys. Would you want to have a go? Yeah, come on for us. Feel free to take your mask down as well. We're going to see your faces. Yeah. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഓരോ ആൾക്കാരായിട്ട് പോകുന്നുണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും നിങ്ങൾ കണ്ടോ, അത്ര സ്പേസ് ഇല്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇരിക്കാൻ ഇവിടെ സ്പേസ് ഉള്ളൂ. ഇത് കണ്ടില്ലേ? അപ്പോൾ അറിയാലോ, 100 കണക്കിന് 1000 മാധ്യമ പ്രവർത്തകർ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അവർക്കൊന്നും ഇവിടെ എൻട്രൻസ് ഇല്ല. മനസ്സിലാക്കണം, ഇവിടെ ചിലപ്പോൾ നമുക്കൊരു 10-15 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ ഒരു 50 ആൾക്കാർക്ക് മാത്രം എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ അവർ അതിന് കണ്ടുപിടിച്ച വഴി എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് അവർ വലിയൊരു സ്പേസിലല്ല മാധ്യമ പ്രവർത്തകർ ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ട് അവിടെ അവർ സ്ക്രീനിൽ കൊടുക്കാട്ടോ ചെയ്യുന്നത്. ആരാ മാനേജർ? ഞാനാണ്. നമുക്ക് ഈ ഒരു മാനേജർ സീറ്റിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആ ഫോട്ടോ എടുക്കാനാണ് പോകുന്നത്. ഫ്രീ ആയിട്ട് അവിടെ കിട്ടും കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. MUTV മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു ചിവട്ടാണ്. എൻജോയ്. സ്ലിപ്പ് കാണിച്ചേ, ഇവിടെ സ്ലിപ്പ് കിട്ടും. ഈ സ്ലിപ്പ് പുറത്ത് കാണിച്ചാൽ നമുക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന സീൻ കാണിച്ചാൽ അവര് പൈസ ഇല്ല എന്ന് പറഞ്ഞത്, പക്ഷെ പറയാൻ പറ്റില്ല ഉണ്ടോ ഇല്ലെന്നല്ലേ അല്ലേ. പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ വീഡിയോ എടുത്തല്ലോ ഓൾറെഡി. പിന്നെ നമ്മളിതിനാ നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തി കേട്ടോ. ബാർ 68 എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര്. കാരണം 1968 ഇവർ കപ്പടിച്ചിരുന്നു. ആ കപ്പടിച്ചതിന് ഉള്ള റെസ്പെക്ട് എന്ന രീതിയിലാണ് അവർ ആ ഒരു ഏരിയക്ക് ബാർ 68 എന്ന് പേര് എടുത്തത് കേട്ടോ. അവിടെ നമുക്ക് പോവാം, ഫുഡ് കഴിക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് സംഭവം സ്റ്റേഡിയം എന്ന് വെച്ചാൽ ഷോപ്പിംഗ് കോംപ്ലക്സിനൊക്കെ വലുതാണിത്. എന്തൊക്കെയോ ഉണ്ട് ഇത് കാണാൻ. ഈ കളർ പേരാണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ശരിയാ, അതും കൂടെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു സമയത്ത് ഇപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞു. കണ്ടിന്യൂ ജേർണി ഇൻ ദ മെഗാ സ്റ്റോർ, ദ മ്യൂസിയം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഓ പോകുന്ന റൂട്ട് നോക്കിയാളെ. കളക്ട് യുവർ ഫ്രീ ടൂർ സർട്ടിഫിക്കറ്റ് അറ്റ് ദ ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബാക്ക് ടു നമ്മുടെ ഇറങ്ങിയിടത്തിന് എത്തി. ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ മ്യൂസിയത്തിലാണ്. നമ്മൾ ഫസ്റ്റ് ഇതുവഴി വന്നത്, പക്ഷേ നമുക്ക് സമയം കിട്ടില്ല, ഗൈഡില്ലാത്തതുകൊണ്ട്. ഗൈഡിന് സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ഡിലേ ആയത്. ഇവിടെ നമുക്ക് മാച്ച് യൂണിറ്റുണ്ട്, കളിയോടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പഴയകാല ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് പോയ ആ ഒരു എന്താ പറയുക, സ്റ്റോൺട്രി റെയിൻ കോസ്റ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഫോട്ടോസ് ഇവിടെ ഉണ്ട്. പിന്നെ ആ ഒരു ബ്രാൻഡാണോ സ്റ്റോൺട്രി. പിന്നെ ഈ ബൂട്ട് ശരിക്കും ഡേവിഡ് ബെക്കാം ഉപയോഗിച്ച ബൂട്ടാണ്. അതുപോലെ ഇവിടെ ഒരു കാർഡ് കണ്ടോ, RM30. അപ്പം റിങ്ങിറ്റ് മലേഷ്യയിലെ കറൻസി റിങ്ങിറ്റാണ്. ആ റിങ്ങിറ്റിൻ്റെ ഒരു കാർഡാണോ, അതിൽ ഡേവിഡ് ബെക്കാമിൻ്റെ ഫോട്ടോ എടുത്തിട്ടോ. പക്ഷേ അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ജേഴ്സിയാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജേഴ്സി അല്ല. പിന്നെ എന്താ പറയുക, 66 വാസ് എ ഗ്രേറ്റ് ഇയർ ഫോർ ഇംഗ്ലീഷ് ഫുട്ബോൾ. എറിക് വാസ് ബോൺ. എറിക് നമ്മുടെ ഡേവിഡ് ബെക്കാമിൻ്റെ തന്നെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. റൊണാൾഡോ CR7 സൈൻ ഇട്ടിരുന്ന ടീഷർട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഭൂകമ്പമായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറം വന്ന് ചില്ലും പൊടിച്ചിട്ട് ടീഷർട്ട് എടുത്തിട്ട് പോകും. ബെക്കാം ഉപയോഗിച്ച ബൂട്ട്സാണ്, ഡേവിഡ് ബെക്കാം ഉപയോഗിച്ച ബൂട്ട്സാണ്. ഫുട്ബോൾ ഇവിടെ ഈ ബൂട്ടിൻ്റെ മോളെയാണ് CR7 എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പുറം പറയാൻ പറ്റില്ല, ചിലപ്പോൾ റൊണാൾഡോൻ്റെ സ്മെല്ലൊക്കെ ഇതിലുണ്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോർമാൻ്റെ ടീഷർട്ട്സ് അതുപോലെ ക്യാപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തില്ല. ഇതൊക്കെ ഹിസ്റ്ററി ഇതാണ്. How many goals did Cristiano Ronaldo score for Manchester United Football Club? And answer തുറന്നാൽ കിട്ടും. 118. അതുപോലെ in what year did Manchester United move to Old Trafford?
1910. Did Wayne Rooney make this debut for him? ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ മൊത്തം ഉള്ളത് സൂപ്പർ. ഇതും ആ പഴയ കാലത്തിലെ ഫുട്ബോൾസ് കേട്ടോ, കാലടി കാലത്ത് കഴിഞ്ഞിട്ട് പഴയ ഫുട്ബോൾസ് കാര്യങ്ങളൊക്കെയാണ്. ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് സീറ്റാണ്, 20 പൗണ്ടിൻ്റെ സീറ്റായിരുന്നു. 1985 നടന്ന കളിയുടെ സീറ്റാണ്, ടിക്കറ്റാണ്. ഇതൊക്കെ വിൻറ്റേജ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളത്. ഫുട്ബോൾസ് ഉണ്ട്. ബാഗ്ലേസിൻ്റെ ഷാമ്പെയിനാണ്. 2012 2013 ചാമ്പ്യൻസ് പൊട്ടിക്കം കൊടുത്ത ഷാമ്പെയിനാണ്. പിന്നെ ഇങ്ങോട്ട് ഇനിയാണ് നമ്മൾ സ്വർഗം കാണാൻ പോകുന്നത്. നമ്മുടെ സ്വർഗമല്ല, ഫുട്ബോൾ ഭ്രാന്തമാണ് സ്വർഗം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയ കംപ്ലീറ്റ് ട്രോഫികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഹൈറ്റ് ഒക്കെ എന്തായിട്ടുണ്ട് ഓക്കെ. UEFA ചാമ്പ്യൻ ലീഗ് ഉണ്ട്. അതുപോലെ ഇത് ഫിഫ വേൾഡ് കപ്പ്, ക്ലബ്ബ് വേൾഡ് കപ്പാണ്. ഫിഫൻ്റെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ട്രോഫി കിടക്കുന്നത്. അത് മാഞ്ചസ്റ്റർ കൊണ്ടുപോയത്. അത് ടൊയോട്ട കപ്പ് ഉണ്ട് അവിടെ. ഒരുപാട് കപ്പുകളുണ്ട്. ഇങ്ങോട്ട് വന്ന് ഇവരുണ്ട്. ഇത് ഇവിടുത്തെ പണ്ടത്തെ ഫുട്ബോൾ. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പഴയ പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്, പണ്ട് കാലത്തെയാണ്. ഇവിടെ ഓരോ പ്ലേയേഴ്സിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊക്കും ആ പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസ് ചെയ്തു കേട്ടോ. ജോൺ ആസ്റ്റർ ജൂനിയർ യൂത്ത് ടീം 1948 പ്ലെയറാണ് ഇദ്ദേഹം. അപ്പോൾ ഓരോരോ സ്ഥലത്തും പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ ക്ലബ് 1967 അത് കാണുന്നത്. ഇത് ഷാളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോസ്റ്റേഴ്സ് ഉണ്ട്. പഴയ ഒരു പത്രത്തിൽ വന്ന കട്ടിങ്സ് ഒക്കെയാണ്, ഡെയിലി എക്സ്പ്രസ് ആണ്. അതുപോലെ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഭാഗത്തായിട്ട് ആക്ച്വലി മാച്ചിൻ്റെ എഴുത്താട്ടോ. മാച്ചിന് വേണ്ടിയിട്ട് അവർ തന്ത്രങ്ങൾ നെയ്യുമെന്ന് പറഞ്ഞാൽ ആ തന്ത്രങ്ങൾ ഇതിൽ കാണുന്നത്. ഈ റൂമിൽ നിറയെ നിങ്ങളുടെ കളർ മാറണം, ബ്ലാക്ക് കളറിലുള്ളത്. എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടോ, മ്യൂണിച്ചിൽ 1958 മ്യൂണിച്ചിൽ വെച്ചിട്ട് കളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലേയേഴ്സ് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ട്. അതിൽ 44 പാസഞ്ചേഴ്സ് ഉണ്ട്, അത് 23 പേര് മരണപ്പെട്ടു. അപ്പൊ അവരോടൊരു ആദര സൂചകമായിട്ടാണ് ഇവിടെ അവരിങ്ങനെ വെച്ചത്. ആ ഒരു പ്ലെയിൻ ക്രാഷിന്റെ ഫോട്ടോ കട്ടിങ്സ് ഒക്കെ ഇവരുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പ്ലെയിൻ ക്രാഷുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഫോട്ടോസ് കട്ടിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ജേഴ്സീസ് ഉണ്ട്. വെംബ്ലി നമ്മൾ പോയതല്ലേ, വെംബ്ലി ഫുട്ബോൾ സ്റ്റേഡിയം, ആ വെംബ്ലിയുടെയാണിത്. പിന്നെ US വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മോണുമെന്റ്, ഒരു ചെറിയൊരു സ്മാരകം പോലെ അവിടെ ഇവിടെ ഒരു മെമ്മറി വെച്ചിട്ടുണ്ടോ. അത് മരണപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ കൊടുത്തിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഒരു ഇതിൽ ഒരു മെമ്മറി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്ന് മരണപ്പെട്ട ആൾക്കാരാണ്. ഇവരാണ് ഒരു സർവൈവേഴ്സാണ്. ആ പ്ലെയിൻ ക്രാഷിൽ രക്ഷപ്പെട്ട ആൾക്കാരാണ് ഇത്. പിന്നെ ഇവിടെ ആ ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. സ്നോഫോളാണ്, മഞ്ഞ് വീഴുന്നുണ്ട്. മഞ്ഞാണ് വീണത്. അതിന് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് പ്ലെയിൻ ക്യാരിങ് ദ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം. നല്ല പ്ലെയേഴ്സാണ് ആ കാണുന്നത്. ക്രാഷ്ഡ് മ്യൂണിച്ച് എയർപോർട്ട്. മ്യൂണിച്ച് ജർമ്മനിയാണ്. 44 ആൾക്കാർ അതിലുണ്ടായിരുന്നു. 23 ആൾക്കാർ മരണപ്പെട്ടു, 21 ആൾക്കാർ രക്ഷപ്പെട്ടു. അതിൽ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ സ്റ്റാഫുകളുണ്ടായിരുന്നു കേട്ടോ. അതിലുണ്ടായിരുന്ന പ്ലേയേഴ്സ് ബസ്ബി ബേബ്സ് ആണ് കേട്ടോ അറിയപ്പെട്ടത്. എക്സ്പ്ലോറിങ് കഴിഞ്ഞു, നമ്മളതിന് തിരിച്ചു പോകാണ്ട് നിൽക്കലാണ്. പിന്നെ നമ്മൾ ഒരുപാട് സൂവനീർസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ റോഷൻ ബ്രോനോട് പറഞ്ഞു ഞാൻ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും വാങ്ങും. ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ 100-ൽ 99% ആൾക്കാരും ഫുട്ബോൾ പ്രാന്തന്മാരായിരിക്കും. അത്രയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അത് മറ്റ് ക്ലബ്ബുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രാന്തന്മാരെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബോൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മെർച്ചൻസ് ആണ്, അവരുടെ ബോളാണ്.
അപ്പം ഇത് ശരിക്കും നമ്മുടെ ഫോളോവേഴ്സിൽപ്പെട്ട ഒരാൾക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ അമ്പാനി ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എല്ലാ തവണയും പോലെ തന്നെ ഒരു ഗിവ് അവേ ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഈ ഫുട്ബോൾ നിങ്ങൾക്കുള്ളതാണ്. ഞാനിതിൽ എന്താ പറയുക, നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു മികച്ച ഫുട്ബോൾ ഭ്രാന്തനാണെങ്കിൽ അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുക. അതിനുശേഷം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾ ആഡ് ചെയ്യുക. ഈ ഗേൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഇടാനൊക്കെ മടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മെയിൽ ഐ ഡി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വിന്നർ ആരാണെന്നത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കും, ഉടനെ തന്നെ അറിയിക്കും. 1-2 വീഡിയോസ് വേണ്ടി ഉടനെ തന്നെ അറിയിക്കും കേട്ടോ. എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ മാത്രമേ വിന്നർ ആരാണെന്ന് അറിയാൻ പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നത് ലിവർപൂളിലേക്കാണ്. ലിവർപൂൾ കാഴ്ചകളുമായിട്ട്. പക്ഷേ നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റേഡിയം ക്ലോസ് ആയി. എന്നാലും നമുക്കിവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട്. ആദ്യം മുതൽ ഇവിടെ തുടങ്ങാം. ഹായ് ബൈക്കർ മലയാളി, പറഞ്ഞോളൂ, പേരെന്താണ്? സിൽവി. നാട്ടിലെവിടെയാ? എവിടെ? എറണാകുളം. പ്രോ വണ്ടിയാണോ? എത്ര കാലം ഓടിക്കുന്നേ? വണ്ടി കുറേ നാളായിട്ട് ഓടിക്കുന്നത്. സുഖം. സച്ചിൻ. കല്യാണം കഴിഞ്ഞു? എറണാകുളം. കല്യാണം കഴിഞ്ഞിട്ടില്ല. നവാസ്. കഴിഞ്ഞോ? പാലക്കാടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അൻഫൽ എറണാകുളം. ജോഷുവ കാഞ്ഞങ്ങാട്. എറണാകുളം. പെരുമ്പോര് എറണാകുളം. നാസിം എറണാകുളം. ഒരു പറ്റ യുവാക്കൾ പെൺപിള്ളേരെ തേടുന്നുണ്ട്. അല്ല, എന്നോട് ഇവർ ഇത്ര സമയം ഇങ്ങനെയാട്ടോ പറഞ്ഞത്. പറ എന്താ നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താ? ഇവരെ കെട്ടിയ ഇവരെ തീറ്റിക്കാനേ സമയം ഉണ്ടാവും. എടാ ഏയ് പേടിക്കണ്ട, നീ എന്ത് തിന്നാലേ UK പാസ്പോർട്ട് ആക്കിയാൽ മതി. എനിക്ക് രാജ്ഞി വരെ വേക്കിൽ വരൂ. നീ ഒന്നും കൂടി കെട്ടിക്കോ, നിന്റെ കെട്ടിയോട് എന്നെ തല്ലു. ഗൈസ്, ഇവരെ കിട്ടിയ മെച്ചം അറിയോ? ഡിപ്പെൻഡന്റ് വിസയിൽ ഇവിടെ വന്നിട്ട് പണിയെടുക്കാം. അതാണ് കേട്ടോ. ഇവൻ ലുക്കൊന്നും നോക്കണ്ട, ലുക്കൊന്നും നിങ്ങൾ നോക്കിയാൽ വേണ്ട. എല്ലാവരും ഇവിടെ സ്റ്റുഡൻറ്റ് വിസയൊക്കെയാണ്. അപ്പം ഇവരെ കെട്ടിക്കഴിഞ്ഞാലും മെച്ചം. നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ നിങ്ങൾക്ക് വിസയൊക്കെ അടിക്കാം, നിങ്ങൾക്കിവിടെ ജോലിയൊക്കെ ചെയ്യാം. ഹാപ്പി. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്താ? സ്റ്റേഡിയം പൂട്ടി. അതാണ് സംഭവം. ഇതാണ് ലിവർപൂൾ സ്റ്റേഡിയം. ജസ്റ്റ് കാണിച്ചിടാം കേട്ടോ. ലിവർപൂൾ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലുള്ളത് ഒരുപാട് ഫാൻസ് ഉള്ള, എന്നുവെച്ചാൽ ഈ UK തന്നെ ഏറ്റവും കൂടുതൽ ഭ്രാന്തന്മാരായ ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ലിവർപൂളാണ്. ആ ലിവർപൂളിൻ്റെ സ്റ്റേഡിയം ആയിട്ട് ഇത് കോപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് സാലേൻ്റെ ഒക്കെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുന്നില്ല, ക്ലോസ് ആയിപ്പോയി. സോറി, ലിവർപൂളിലെ എല്ലാ ഫാൻസിനോട് ഞാൻ സോറി പറയുന്നു, കാരണം കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഓക്കെ, ജസ്റ്റ് നടക്കാൻ പറ്റുമ്പോൾ നമുക്ക് നടക്കാം കേട്ടോ. എടാ 1 ലക്ഷം രൂപ തരാൻ കേട്ടോ, മറന്നോട്ടെ. സ്റ്റേഡിയത്തിന് ഉള്ളിലേക്കാട്ടോ പോകുന്നത്. ഇത് ക്ലോസ് ആണല്ലോ ബ്രോ, പോകാൻ പറ്റുമോ? അപ്പുറത്തേക്കൂടെ പോകാൻ പറ്റുമ്പോൾ ഒരു പഠനത്തിനുണ്ടല്ലോ ബേക്കിൽ. എടാ, അസഭ്യ ഭാഷകൾ പറയാൻ പാടില്ല. എടാ, അസഭ്യമായ ഭാഷകൾ പറയാൻ പാടില്ല വെറുതെ. ആ മൈ എന്ന് പറഞ്ഞാൽ കേട്ട് പാവോ. ഇതിലെ കൂടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം സ്റ്റേഡിയം. ഇത് ഫ്രണ്ടിലല്ല, ഫ്രണ്ട് സൈഡ്. ഇത് സ്റ്റേഡിയം ടൂർസ് ഉണ്ട്. നമ്മൾ നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോയ പോലെ തന്നെ ഇവിടെയും സ്റ്റേഡിയം ടൂർ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും. പക്ഷേ ഇത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തി ഉണ്ടല്ലോ കാണാൻ. അല്ല, കുറച്ചുകൂടി വൃത്തി ഉണ്ടോ? അത് കുറച്ചുകൂടി പഴയ ബിൽഡിങ്ങാണ്. യുണൈറ്റഡ് കുറച്ച് പഴയ ബിൽഡിങ്, ഇത് കണ്ടു കുറച്ച് പുതിയ ബിൽഡിങ് ഉണ്ടല്ലോ. ഇവിടെ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. 1892 ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യല്ല ബ്രോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ല. ഏറ്റവും പഴയ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നാണ്. ഇതിന്റെ തൊട്ടപ്പുറം ഇത് ഗുഡീസൺ പാർക്ക്, ഇതിന്റെ തൊട്ടപ്പുറം എവർട്ടൺ ഉണ്ട്. അപ്പൊ ഇവിടെ ഡാർബി മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ടീമുകളാണ് കളിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അപ്പുറ സൈഡിലേക്ക് കൂടെ പോയി അതോടെ കാണാൻ പറ്റും. എന്താ അവിടെ? ഇതിന്റെ അപ്പുറത്ത് തന്നെ എവർട്ടൺ എന്ന് പറഞ്ഞാൽ UK തന്നെ ഏറ്റവും 2 പഴയ ക്ലബ്ബുകളിൽ ഒന്നാണ്. ഇത് ലിവർപൂൾ, എവർട്ടൺ അപ്പുറ സൈഡിൽ. അപ്പൊ ഇവിടെ റെഡ്, ഇത് ബ്ലൂ ആ സൈഡിൽ.
ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് red and blue 1856 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായത്. ഇത് 1892. ഓക്കെ, എവിടെയായിരുന്നു ഇത്ര സമയം? ഞാൻ ഇവന്റെ എല്ലാം കോലം കണ്ട് ഞാൻ വെച്ച് ഫുള്ള് പ്രാന്തന്മാരാണെന്ന്. അല്ല, ലുക്കിലല്ല വർക്ക് കാണുമായിരുന്നു. ഇവന്റെ ലുക്കൊന്നും ഇല്ല, പക്ഷെ എനിക്ക് അറിയാം ഒരു ഭയങ്കര ലുക്ക്, പക്ഷെ ഒരു മണ്ണെ പറ്റി അറിയില്ല. ആരാ? ഓ, 1 ലക്ഷം രൂപ മറക്കണ്ട. 1 ലക്ഷം രൂപ എല്ലാവരും. പിന്നെ മറന്നു പോകണ്ട, ഞാൻ പറഞ്ഞല്ലോ, എടാ മിണ്ടാണെക്കടാ വായി കൂട്ടാ. ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞില്ലേ, ബോള് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവരുടെ ബോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാനത് ദുബൈയിലേക്ക് പോകുമ്പോൾ കൊണ്ടപ്പോൾ. അപ്പം ആരാണ് വിന്നർ നോക്കിയിട്ട് ഞാൻ UAE നിന്ന് ആരെങ്കിലും നാട്ടിലേക്ക് പോകുന്നത് ഞാൻ സാധനം അയച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ കമൻറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ക്ലബിൻ്റെ പേര് പറയുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ക്ലബിനെ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുക. ഈ വീഡിയോ നിങ്ങളുടെ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വിന്നർ അറിയിക്കും. എല്ലാവരും കീപ്പ് ഇൻ ടച്ച്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എന്താ പറയുക, എടാ എന്തെങ്കിലും പറയാണ്ടാ? എന്നെ പേര് തള്ളട കുറച്ച് സന്തോഷം. കുറച്ചും കൂടി എന്താ ലുക്ക്. ജോലി ഇപ്പൊ പോകുന്നു തോന്നുന്നു. 6 മണിക്ക് ഡ്യൂട്ടിക്കല്ലേ. ആരും ഇതുപോലെ വരാൻ പാടില്ല കേട്ടോ. ജോലിയും കൂലിയും തടഞ്ഞ് ഞാനും വരാൻ പാടില്ല. താങ്ക് യു ഡോക്ടർ. നിങ്ങൾക്ക് ജോലി നീ പേടിക്കണം, എനിക്ക് വേറെ ജോലി കിട്ടും. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യാൻ. നല്ല അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.